നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പേയും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുമോ, മോശമായിട്ട് എടുക്കുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ? നിനക്ക് പറ്റില്ല എന്ന് ലോകം പറയുമ്പോഴും സ്വന്തം ശബ്ദം കേൾക്കുന്നവരാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. നമുക്ക് രണ്ട് വ്യക്തികളുടെ കഥ നോക്കാം. ഗൗൺ തയ്പ്പിക്കാൻ പൈസയില്ലാതെ വീട്ടിലെ കർട്ടൻ തുണി കൊണ്ട് ഗൗൺ തയ്പ്പിച്ചിട്ട് മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയ പെൺകുട്ടി. നിനക്ക് കിരീടം കിട്ടില്ല എന്ന് പലരും അവളെ പറഞ്ഞ് കളിയാക്കി. അവൾ അന്ന് അതൊക്കെ കേട്ട് കരഞ്ഞിരുന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിച്ച് കരഞ്ഞിരുന്നായിരുന്നെങ്കിൽ, ഇന്ന് അവൾക്ക് നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിക്കില്ലായിരുന്നു. മറ്റാരുടെയും കഥയല്ല ഇത്. 1994 മിസ് ഇന്ത്യ പട്ടവും അതിനോടൊപ്പം മിസ് യൂണിവേഴ്സ് പട്ടവും നേടിയ വ്യക്തി. അതാണ് സുസ്മിത സെൻ. ഒരു ജീവിതം മുഴുവനും കിടക്കയിൽ കിടക്കണം എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ പെൺകുട്ടി. തൻ്റെ 24-ാം വയസ്സിൽ തൻ്റെ 2 കാലുകളും ട്രെയിനിൽ നിന്ന് വീണ് നഷ്ടപ്പെട്ട ആ പെൺകുട്ടി അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നെന്നോ? തനിക്കൊരു പ്രോസ്തെറ്റിക് ലെഗ് കിട്ടിയപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് എനിക്ക് കൊടുമുടി കയറണമെന്നായിരുന്നു. അത് കേട്ട് അവളുടെ അടുത്ത് നിന്ന് എല്ലാവരും അവളെ ചിരിച്ച് കളിയാക്കി. പക്ഷേ ആ പ്രോസ്തെറ്റിക് ലെഗ് കൊണ്ടുള്ള അവളുടെ ഓരോ ചുവടും കൊടുമുടിയിലേക്കുള്ളതായിരുന്നു. വേറെ ആരുമല്ല അത്. 2013 ആ പ്രോസ്തെറ്റിക് ലെഗും ഉപയോഗിച്ച് അവൾ ആ കൊടുമുടി കീഴടക്കി. മറ്റാരുടെയും കഥയല്ല ഇത്. 2013 ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കിയ അരുണിമ സിൻഹ എന്ന വികലാംഗ വനിതയുടെ കഥയാണിത്. ഇവരൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നും നടത്തിയെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും അറിയപ്പെടുന്ന വ്യക്തികളാവില്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിലും എന്തിനാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ കളിയാക്കുമോ, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയൂ എന്ന് നമുക്കിപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു സമയത്ത് ചെയ്ത് തീർക്കാതെ നമുക്കൊരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സാകുമ്പം അതിനെപ്പറ്റി ഓർത്ത് ചിന്തിച്ചിരുന്ന് വിഷമിച്ചിട്ട് എന്തെങ്കിലും കഥയുണ്ടോ? ഇല്ല. നമ്മളെക്കുറിച്ച് മറ്റുള്ള വ്യക്തികൾ പറയുമായിരിക്കും, പക്ഷേ 24 മണിക്കൂറും അവർ നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർക്ക് വേറെയും കാര്യങ്ങളുണ്ട്. നമ്മളല്ല അവരുടെ ജീവിതം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ അവരെന്ത് പറയും, ഇവരെന്ത് പറയുമെന്ന് ആലോചിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കും. പക്ഷെ അവർ ചിലപ്പോൾ ഒരു നിമിഷം നമ്മളെപ്പറ്റി ആലോചിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മളെപ്പറ്റി ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷെ അവർ 24 മണിക്കൂർ നമ്മളെപ്പറ്റി ചർച്ച ചെയ്യുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങളെല്ലാം നമ്മളുടെയാണ്, ഒരിക്കലും മറ്റുള്ളവരുടെ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്? ഒരിക്കലും ഒരു മത്സരത്തിലും ഒരു തുടക്കക്കാരന് വേണ്ടി ആരും കൈയടിക്കാറില്ല. പക്ഷെ അവൻ വിജയിച്ച് കഴിയുമ്പോഴോ 100 കൈയടി കാണും. ഒരിക്കലും ഈ ലോകം നമ്മുടെ കൂടെ തുടങ്ങുമ്പോൾ നിൽക്കില്ല. പക്ഷെ നമ്മൾ വിജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ 100 പേര് കാണും. അതുകൊണ്ട് തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ആളുകൾ വേണമെന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് പറയുന്നു, എന്നെപ്പറ്റി എത്ര പേര് പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ കൂടെ ഏറ്റവും അടുത്തിടപഴകുന്നവർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഞാനൊരു തുടക്കക്കാരിയാണ്. ഒരിക്കലും ഒരു തുടക്കക്കാരന് വേണ്ടി ആരും കൂടെ നിൽക്കില്ല. പക്ഷെ നമ്മൾ വിജയിച്ച് കഴിയുമ്പോഴോ നമ്മുടെ ഒപ്പം എന്തായാലും ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ ആൾക്കാരില്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുക. ഒരിക്കലും മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളെ മോശമായി കാണും എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടായാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അന്ന് സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് കരഞ്ഞ സുഷ്മിത സെന്നെ കണ്ട് പലരും കളിയാക്കി. അതുപോലെ തന്നെ ഈ പ്രോസ്തെറ്റിക് ലെഗും കൊണ്ട് നീ എവിടെ വരെ പോകുമെന്നും ചോദിച്ച് അരുണിമ സിൻഹയും പലരും കളിയാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഈ കളിയാക്കലും മറ്റുള്ളവരെ ആലോചിച്ച് അവരുടെ കാര്യങ്ങളിലൊക്കെ കടന്നില്ലായിരുന്നെങ്കിൽ അവർ ഇന്നീ വ്യക്തികളൊന്നും ആവില്ലായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 2 വ്യക്തികൾ. ഒരിക്കലും മറ്റുള്ളവരെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മൾ നമ്മളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് ഓൺ യു ഫോർ യുവർ ലൈഫ്. നിനക്ക് പറ്റില്ല എന്ന് ലോകം പറയുമ്പോഴും സ്വന്തം ശബ്ദം കേൾക്കുന്നവരാണ് എന്നും ചരിത്രം എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഒരിക്കലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കാതിരിക്കൂ.